ഇപ്പോൾ നിലവിലെ പിണറായി സർക്കാരിൻ്റെ ഭരണത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പോൾ കൂടുതലും അഴിമതി പിണറായി സർക്കാരിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അത് അഴിമതിയൊക്കെ കുറിച്ച് പറയുന്നതൊക്കെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളിലൂടെയാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ. ജനങ്ങൾക്ക് എപ്പോഴും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പെൻഷൻ കൊടുക്കുന്നത് ഏതാണ്ട് 60 ലക്ഷം പേർക്ക് ഉദ്ദേശം മുകളിൽ തന്നെ വൃദ്ധന്മാരായ ആളുകൾക്കും അല്ലാത്ത ആളുകൾക്ക് കിട്ടേണ്ടത് പെൻഷനുകളൊക്കെ കൃത്യമായിട്ട് ഇപ്പോൾ 2000 രൂപ വരെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ വെറും 600 ഉണ്ടായിരുന്നു, അത് ചെറുതായിട്ട് വർദ്ധിച്ചാണ് ഈ 2000 രൂപയിലേക്ക് എത്തിയത്. അതൊക്കെ പിണറായി സർക്കാരിൻ്റെ ഒരു ഉമ്മൻചാണ്ടി ഇരിക്കുന്ന സമയത്ത് ഈ 600 രൂപയും കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റില്ല. ഇപ്പോഴും എല്ലാ മാസത്തെയും പെൻഷനുകൾ കിട്ടേണ്ടതായ അർഹതപ്പെട്ട ആളുകൾക്ക് കൃത്യമായിട്ട് പിണറായി സർക്കാർ സാധാരണക്കാരന് ഈ 2000 രൂപ വരെ കൊടുത്തുകൊണ്ടിരിപ്പുണ്ട്. അതൊക്കെ വലിയൊരു നേട്ടം തന്നെയാണെന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ അതുകൂടാതെ പറയുമ്പോൾ ഇവിടെ ഒരു 40 വർഷം മുമ്പാണ് NH വരാനുണ്ടായിരുന്നത്. പക്ഷേ NHന് വേണ്ടിയിട്ട് എല്ലാവിധ പ്രവർത്തനം ചെയ്തത് പിണറായി സർക്കാർ തന്നെയാണ്. മറ്റ് ഓരോ സർക്കാരുകൾ വന്ന് പറയുമ്പോൾ തമ്മിൽ തൊഴുത്തി കുത്തതൊക്കെ പറയും. അങ്ങനെയാണ് ഈ സംഭവങ്ങൾ ഇവിടെ നടക്കാതായി പോണത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇച്ഛാശക്തി ഉണ്ടായിരുന്നു ഈ നാഷണൽ ഹൈവേ ഇവിടെ കൊണ്ടുവന്നിരിക്കണം. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഇവിടെ നാഷണൽ ഹൈവേ വന്നു കഴിഞ്ഞതിന് തീരാനായിട്ട് നിസ്സാര വർഷങ്ങളെന്നൊക്കെ പറയുമെങ്കിൽ ചിലപ്പോൾ 6 മാസം കൊണ്ട് ചിലപ്പോൾ തീർന്നിരിക്കും. അപ്പോൾ ഫണ്ടുകൾ ഏതായിക്കോട്ടെ അതിൻ്റെ പകുതിയോളം പണം കേന്ദ്ര സർക്കാരിന് ഈ NH വരുന്നുണ്ട്, ഈ മുഖ്യമന്ത്രി ഇരിക്കുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ രാഷ്ട്രീയമായിട്ട് പറയും NHൻ്റെ നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ഫുൾ പൈസ കൊടുത്തത്. അങ്ങനെയൊന്നും അല്ല. ശരിക്കും ഈ സംസ്ഥാന സർക്കാരിൻ്റെ എത്രയോ പെർസെൻ്റ് എന്ന് വരെ പറയാം. കൃത്യ പെർസെൻ്റ് ഒന്നും രാഷ്ട്രീയക്കാർ പറയണ പോലെ എനിക്ക് പറയാൻ പറ്റില്ല. ഇത്ര 40% എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള സർക്കാരാണ്. അപ്പോൾ പിണറായി പിന്നെ രാഷ്ട്രീയമായിട്ട് പെരുപ്പിച്ച് പറയുമ്പോൾ എന്താ പറയണത്, കള്ളക്കടത്തും അതൊക്കെ പറയുന്നുണ്ട്. അതിനോടൊന്നും നമുക്കൊന്നും പ്രതികരിക്കാനൊന്നുമില്ല.